ഞങ്ങളിതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലത്തിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി MAG ഗോസ്പൽ വോയിസ് മൂലമായി നമ്മുടെ മക്കളോട് ചേർന്ന് അല്പസമയം ചെലവഴിക്കവും നീങ്ക ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുവാനും, നിന്നെ സ്തുതിക്കുവാനും, നിൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അതിരാവിലെ സമയത്തിൻ്റെ പാദപീഠത്തിൽ കൊണ്ട് സമർപ്പിക്കുവാനും, നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാനും നീ എനിക്കൊരു ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഇന്നേക്ക് എന്നോടുള്ള ജപത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാ ഭവനങ്ങളെയും എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ, എല്ലാവരുടെ ശരീരത്തിലിരിക്കുന്ന കർത്താവെ കാര്യങ്ങളെ അറിഞ്ഞ് അവർക്കെല്ലാം നീ വിടുതലെ കൊടുത്ത് സന്തോഷവും സമാധാനവും കൊടുത്ത് രക്ഷയുടെ ദൂത് അവർ കൊടുത്ത് എല്ലാവിധത്തിലും നിൻ്റെ കുഞ്ഞുങ്ങളെ കാക്കണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കുന്നു. ഒരുത്തർക്ക് ഇന്ന് പകൽക്കാലം ഒരു കേടും വരരുതേ. കടന്ന രാത്രി മുഴുവനും അത്ഭുതമായി നീ കാത്തല്ല കർത്താവെ. നീ സൂക്ഷിച്ചുള്ള ദൈവമേ, ചെയ്ത ഉപകാരങ്ങൾക്കായി സ്തോത്രം കർത്താവെ, ചെയ്ത നന്മകൾക്കായി സ്തോത്രം കർത്താവെ, അത്ഭുതமான നിന്റെ செயலுக்காக സ്തോത്രം കർത്താവെ, അത്ഭുതമായി നീ നടത്തി വന്ന വിധങ്ങൾക്കായി നിനക്ക് സ്തോത്രം കർത്താവെ. തുടർന്ന് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് നീ ബലപ്പെടുത്തി കർത്താവെ, ആശ്വാസത്തിലും ബലത്തിലും കൃപയിലും ദയവിലും നിന്റെ കാവലിലും നിന്റെ സൂക്ഷിപ്പിലും ദൈവമേ നിന്റെ കൺകാണിപ്പിലും നിന്റെ കുഞ്ഞുങ്ങളെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാൻ. ഒരുത്തർക്കും ഒരു അനർത്ഥമോ ഒരാപത്തോ ഒന്നും വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത്. രക്തക്കോട്ടയ്ക്കുള്ളിൽ മറച്ച് കാക്കണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന പച്ചാ അടിയനെയും ബലപ്പെടുത്തിക്കാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ പുനർനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഇന്നോടുടെ പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ പ്രാർത്ഥന ആരംഭിച്ച 1228 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സന്ദർഭം നോക്കുമ്പോൾ എനിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അർഹതയില്ല. അതായത് ശരീരം മുഴുവനും ഭയങ്കരമായിട്ട് ക്ഷീണങ്ങളും രോഗങ്ങളും മറ്റ് പല പ്രയാസങ്ങൾ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് കിടക്കയിലായിരുന്നു ഞാൻ. 2 ദിവസമായിട്ട് എഴുന്നേൽക്കാനോ നടക്കാനോ ഫുഡ് കഴിക്കാനോ ഒന്നിനും പറ്റത്തില്ലാത്ത രീതിയിലാണ്. ഇന്നലെ പ്രാർത്ഥന നടത്തിയതും ഒത്തിരി കഷ്ടത്തോടാണ് ഇരുന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥന വിട്ടത്. ഇന്ന് ഒരു വാക്ക് പോലും നിങ്ങളോട് പറയാനോ പ്രാർത്ഥിക്കാൻ എനിക്ക് ബലമില്ല. എങ്കിലും കിടക്കയിൽ കടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഒരു മനസ്സിനകത്തൊരു ധൈര്യം കൊടുത്ത് എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ അനേകർ ദാഹത്തോട് ആവലോട് കാത്തിരിക്കുമ്പോൾ അവരത് ഒരു ദിവസം പ്രാർത്ഥന വന്നില്ലെങ്കിൽ അവർക്കത് വിഷമമാണെന്നുള്ള ആ ഒരു ചിന്തയോടാണ് എൻ്റെ ക്ഷീണത്തെയോ എൻ്റെ രോഗത്തെയോ ഒന്നും നോക്കാതെ എഴുന്നേറ്റ് നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടി അധികമായി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ ഞാൻ കന്യാകുമാരിക്ക് യാത്ര ചെയ്യുകയാണ്. ഏതാണ്ട് 25 മെസ്സേജ് 3 കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കണം. എല്ലാ കൺവെൻഷനും 4 ദിവസം നടക്കുന്ന മീറ്റിംഗാണ്. ഒന്ന് മാത്രമാണ് 3 ദിവസം നടക്കുന്നത്. അപ്പോൾ ആ മീറ്റിങ്ങിലെല്ലാം തുടർന്ന് പകലും വൈകിട്ടും പ്രസംഗിക്കണമെങ്കിൽ അതിൻ്റെ ശക്തിയും ബലനും കൃപയും വേണം. ഒന്നും കഴിക്കാതെ ഒരാഹാരം ഇല്ലാതാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. ഇത്രയും ഞാൻ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ഇത്രയും ശബ്ദത്തിൽ സംസാരിക്കുന്ന കൃപയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്രയിലെ മറ്റുള്ള മീറ്റിങ്ങിലെല്ലാം ദൈവം എന്നെ നടത്തണം. കൺവെൻഷൻ ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് ബലം തരണം. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എനിക്ക് ഒത്തിരി ആവശ്യമാണ്. ഞാൻ നിങ്ങളെല്ലാം സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയാണ് ഇത്രത്തോളം ദൈവം നടത്തിക്കൊണ്ട്. ഒരു ദിവസം പോലും ഈ പ്രാർത്ഥനയും തടസ്സമില്ലാതെ ഞാൻ നിങ്ങൾക്ക് അയച്ചു വയ്ക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഒരു വാക്യം ഇന്ന് കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നതാണ്. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുകയാണ്. നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്കർ 2 ലേഖനം 3 അധ്യായത്തിൻ്റെ 6 വാക്യം. 2 തെസ്സലോനിക്കർ 3:6. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏതു സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. നിങ്ങളെല്ലാവരും വേദപുസ്തകത്തിൽ ഒത്തിരി അനുഭവമുള്ളവരാണ്. കേരളത്തിലിരിക്കുന്നവർ ദൈവത്തിൻ്റെ വചനം നന്നായിട്ട് പഠിച്ചവരാണ്. കൊച്ചു പ്രായത്തിൽ സൺഡേ ക്ലാസ്സിലും യൂത്തിലെല്ലാം ഒത്തിരി നിങ്ങൾ വേദവിന പോട്ടികളിലെല്ലാം ഒത്തിരി പഠിച്ച് ഒത്തിരി ബഹുമതി പ്രൈസ് എല്ലാം മേടിച്ചവരായിരിക്കും. ചിലർക്ക് വേദപുസ്തകം കാണാപ്പാഠമായിട്ട് പറയാനുള്ള അറിവും ഞാനും എല്ലാം കാണും. എന്തോ ഇരുന്നാലും ഇവിടെ നമുക്ക് എഴുതിയിരിക്കുന്ന സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. ഇന്ന് ഇവരാരാണ്? നല്ല ശ്രദ്ധിക്കണം. ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം. അപ്പം സഭയിലിരുന്ന് ഉപദേശം കേട്ടവരാണ്. സഭയിലിരുന്ന് സത്യത്തെ നന്നായി മനസ്സിലാക്കിയവരാണ്.
സഭയ്ക്കകത്ത് നമ്മെ നട്ടു വളർത്തിയവരാണ്. സഭയാണ് അവരെ വളർത്തിയിരിക്കുന്നത്. സഭയാണ് അവരെ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ അവർക്കുള്ളൊരു ദുരാത്മാവ് ക്രിയേറ്റ് ചെയ്ത് തന്നുടെ പക്കമായി ഒരു കൂട്ടം ആൾക്കളെ പറിച്ചുകൊണ്ട് പോയി ഇന്ന് അനേകർ സഭകൾ സ്ഥാപിക്കുന്നുണ്ട്, പല സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്, സംഘടനകൾ സ്ഥാപിക്കുന്നു. നമുക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ തന്നെ അനേക ദുരുപദേശങ്ങൾ നമ്മുടെ ദേശത്തുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ദേശത്തുണ്ട്. നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുവാ പറയുന്നത്? സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം. നിങ്ങളോട് ആരെങ്കിലും ഒത്തിരി ചിരിച്ചോ സന്തോഷിച്ചോ നയം കാണിച്ചു വരുന്നുണ്ടെങ്കിൽ, ചിലർ വന്ന് നിങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ട് ചെയ്യും, നിങ്ങൾക്കൊത്തിരി സഹായങ്ങൾ ചെയ്യും, ഓടി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ജീവൻ കൊടുത്ത് നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്യും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും അധികமாக നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ ഒത്തിരി ഇങ്ങനെ കരത്തിലോട്ട് എടുക്കുക, അവർ നിങ്ങൾക്ക് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നീ കുറച്ച് അവരെ ഒന്ന് നോക്കണം, ഒന്ന് ചിന്തിക്കണം. അവരേത് ലക്ഷ്യത്തോടാണ് ഈ കാര്യം ചെയ്യുന്നത്? ഇത്രയും അൻപ്, ഇത്രയും സ്നേഹം കാണിക്കാനുള്ള കാരണം എന്താണ്? നമ്മളെ ഇത്രയും സ്നേഹിക്കാനുള്ള കാരണം, നമുക്ക് ഇത്രയും സഹായിക്കാനുള്ള കാരണം എന്താണ്? നമ്മളിന്ന് ഒരു പ്രതിഫലം അവർക്ക് നമുക്ക് പോകുന്നില്ല, എങ്കിലും നമ്മളെ ഇത്രയും സ്നേഹിക്കുന്നല്ലോ, എപ്പോഴും നമ്മളെ വിളിക്കുന്നു, എപ്പോഴും പറയുന്നു, ഓടി വരുന്നു, എല്ലാത്തിനും സഹായിക്കുന്നു. ഇത് നല്ല കാര്യമാണ്. ഇത് നമുക്ക് നിശ്ചയമായിട്ട് വേണം. സഹോദരങ്ങൾ അന്യോന്യം നമ്മൾ സ്നേഹിക്കണം, സഹായിക്കണം. ആപത്ത് നേരത്ത് പോയി അവർക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നിടത്തതിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണം. ഇതെല്ലാം ഒത്തിരി ആവശ്യമാണ്. പണ്ട് കാലത്തെല്ലാം ഞാനെല്ലാം കേരളത്തിലിരിക്കുമ്പോൾ ആ സമയത്തെല്ലാം ഓലപ്പരകളല്ലേ. അപ്പം നമ്മുടെ സഭയിലൊരു വിശ്വാസിയുടെ ഓല പിരിച്ച ഓല പുതുതായിട്ട് കെട്ടണമെങ്കിൽ പാസ്റ്ററും വിശ്വാസം എല്ലാവരും പോകും. പാസ്റ്ററെല്ലാം വീടിൻ്റെ മേളിൽ കയറുന്ന ഓല കെട്ടിയിട്ടുണ്ട്. ദൈവത്തിന് കിണർ കോരി അരയ്ക്കാൻ വേണ്ടി പോകും. ദൈവത്തിന് സ്തോത്രം. പാസ്റ്ററും വിശ്വാസികളും പോകും. അതുപോലെ ഒരു കല്യാണം നടന്നാൽ പാസ്റ്ററും വിശ്വാസികളും എല്ലാ കല്യാണത്തിന് പോയിട്ട് രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെടും, പന്തലിടുന്നതിലും ആഹാരം ചെയ്യുന്നതിലും. അങ്ങനത്തെ ഒരു സ്നേഹത്തിലാണ് ആ കാലഘട്ടത്തിൽ നമ്മൾ വളർന്നത്. നല്ല സ്നേഹമാണത്. എല്ലാവരും, പാസ്റ്ററൊന്നും ഇല്ല, വിശ്വാസിയൊന്നും ഇല്ല, മൂപ്പനൊന്നും ഒന്നുമില്ല, പഠിച്ചവരും പഠിക്കാത്തവരും പണക്കാരും സാധുക്കളും എല്ലാം ആണെങ്കിലും ദൈവ സ്നേഹത്തോട് നമ്മൾ ഇടപെട്ടു. ആ സമയത്തുള്ള ആരാധനകളും ജീവിതങ്ങളും പ്രാർത്ഥനയെല്ലാം അത് ഭയങ്കരമാണ്. അതെല്ലാം അങ്ങോട്ട് ഓർത്ത് നോക്കുമ്പോൾ ഇന്നതില്ല. ഇന്ന് കാലപ്പോക്കിൽ അതെല്ലാം ഒന്നും ഇല്ല. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അത് ആരെയും വഞ്ചിക്കാനായിട്ടല്ല, നശിപ്പിക്കാനായിട്ടല്ല. സഹോദര സ്നേഹം, ദൈവസ്നേഹം അന്യോന്യം പകർന്നു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതല്ല. ക്രമം കെട്ട് നടക്കുന്നവരുണ്ട്. എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാസ്റ്റ് ശരിയില്ല, ഈ ഉപദേശം ശരിയില്ല, ഈ പുള്ളിക്കാരൻ പറഞ്ഞ ദൂതൊന്നും ദൂതല്ല, ഇത് അവിടെ ഇങ്ങനുണ്ട്, ഇവിടെ ഇങ്ങനുണ്ട്, ബൈബിളിനകത്ത് ഇങ്ങനുണ്ട്, ബൈബിളിനകത്ത് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് ചിലർ വരും, നിങ്ങളോട് സംസാരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ദൈവം പറയുന്നതാണ്, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം. അവൻ നിന്നെ നശിപ്പിക്കാൻ വരികയാണ്, നിന്നെ തകർക്കാൻ വരികയാണ്, നിന്റെ ആത്മാവിനെ കട്ടെടുക്കാൻ വരിക. അവൻ കള്ളനാണ്, അവനെ ചേർക്കരുത്, അവനോട് നിങ്ങൾ കൈ കൊടുക്കരുത്, അവനെ സ്നേഹിക്കരുത്, അവൻ കൊടുക്കുന്നതൊന്നും മേടിച്ച് നിങ്ങൾ അനുഭവിക്കരുത്. ദൈവത്തിന് നിങ്ങൾ കണക്ക് കൊടുക്കണം. നിങ്ങളുടെ ആത്മാവിനെ അവൻ അങ്ങനെ കുറേശ്ശെ ഇങ്ങനെ കവർന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ പക്കത്തിലേട്ട്, അവൻ്റെ സൈഡിലോട്ട്, ഇന്ന് നമുക്ക് അവിടോട്ടൊന്ന് പോകാം, നമ്മളിന്നേക്ക് ഇവിടോട്ടൊന്ന് പോകാം, അവിടുത്തെ മീറ്റിങ്ങിനൊന്ന് പോകാം, ഇവിടുത്തെ മീറ്റിംഗ് പറഞ്ഞ് പല രീതിയിൽ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഇവന്മാരുടെ അവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, ക്രമം കെട്ട് നടക്കുന്നവൻ. അവന് ക്രമമില്ല. പരിശുദ്ധാത്മാവല്ല അവനെ നടത്തുന്നത്, സത്യവചനമല്ല അവനെ നടത്തുന്നത്, യേശു ക്രിസ്തു അല്ല അവനെ നടത്തുന്നത്. അവൻ ക്രമം കെട്ട് പോവാണ്, തകർക്കുന്നവനാണ്, അവൻ നശിപ്പിക്കുന്നവനാണ്. നിങ്ങളുടെ ഭവനത്തിലേക്കുള്ള സന്തോഷത്തെയും നിങ്ങളുടെ ആത്മാവെയും എല്ലാം നശിപ്പിച്ച് നരകത്തിലേക്ക് നിങ്ങളെ കൊണ്ട് തള്ളിവിടാനുള്ള ചതിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ പറയുന്നത് അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഒത്തിരി വയ്യാതെ കിടക്കയിൽ കിടക്കുമ്പോഴാണ് എനിക്ക് ഈ ആലോചന ദൈവം തന്ന് എങ്ങനെയെങ്കിലും 2 വാക്കെങ്കിലും പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റിരിക്കുന്നത്. എന്നെ കൊണ്ട് ഒരു വാക്ക് പോലും ഇത്രയും ശബ്ദമായി പറഞ്ഞ ദൈവത്തിന് വലിയ കൃപയാണ്. എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാനൊന്ന് പറയട്ടെ, ദൈവസ്നേഹമുള്ളത് കൊണ്ടാണ് ഞാനിത് വിളിച്ചു പറയുന്നത്. നിങ്ങൾ നരകത്തിൽ പോയാൽ എനിക്ക് എന്താ കുഴപ്പം? നിങ്ങൾ നശിച്ചു പോയാൽ എനിക്ക് എന്താ കുഴപ്പം? എൻ്റെ സഭയിലല്ലല്ലോ നിങ്ങളിരിക്കുന്നത്. ഞാൻ പറയുന്നത്, ഏത് സഭയിലിരുന്നാലും ഏത് സംഘടന ഇരുന്നാലും ഒരു ദൈവത്തിൻ്റെ മക്കളാണ് നമ്മൾ.
ഒരു ദൈവം മാത്രമേ നമുക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ മരിച്ചിട്ടുള്ളൂ. അങ്ങയുടെ രക്തമാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ നാമമാണ് നമുക്ക് ധരിച്ചിരിക്കുന്നത്. ആ ദൈവകൃപയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഒത്തിരി പേരുണ്ട്, ക്രമം കെട്ട് നടക്കുന്നവർ, പ്രമാണത്തെ വിട്ട് ക്രമം കെട്ട് നടക്കുന്നു. അവൻ്റെ അകത്ത് പ്രമാണമില്ല, സത്യമില്ല, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളില്ല, പരിശുദ്ധാത്മാവില്ല. ദൈവത്തിന് സ്തോത്രം. അവൻ ക്രമം കെട്ട് നടക്കുന്നവനാണ്. അതുകൊണ്ട് ഒത്തിരി സൂക്ഷിക്കണം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി നിങ്ങൾ സൂക്ഷിക്കണം. ഞാൻ സൂക്ഷിക്കണം, നിങ്ങൾ സൂക്ഷിക്കണം. വെളുത്തതെല്ലാം പാലെന്ന് പറഞ്ഞ് നമ്മൾ പോയി വീഴരുത്. മയക്ക് മരുന്നൊക്കെ നമ്മൾ അടിമകളാകരുത്. ഒത്തിരി ചിരിച്ചുകൊണ്ട് വരും, ഒത്തിരി നമ്മളെ സ്നേഹിക്കും. രാത്രിയും പകലും മണിക്കൂർ കണക്കൊന്ന് നമ്മളോട് സംസാരിക്കും. നമുക്ക് എന്തൊക്കെ സഹായം വേണോ ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യുന്ന പറഞ്ഞ് നമുക്ക് ചെയ്യും, എല്ലാം നമുക്ക് ചെയ്യും. പക്ഷേ അകത്തെന്തോ നോക്കത്തോടാണ് വന്ന് നിൽക്കുന്നത്? ഏത് താല്പര്യത്തോടാണ് നമുക്ക് ഈ സ്നേഹം കൊടുക്കുന്നത്? ഏത് താല്പര്യത്തോടാണ് നമുക്ക് ഈ സഹായം? നിങ്ങൾ കണ്ടറിയണം. നമ്മുടെ പാസ്റ്റർക്ക് പോലും ഇത്രയും സ്നേഹമില്ല, അവരാരും നമ്മളിങ്ങനെ നമ്മുടെ അപ്പനമ്മ പോലും ഇത്രയും സ്നേഹിക്കുന്നില്ല. ഇതെന്തൊരു സ്നേഹമാണ്! ആൻറ്റി അങ്കിളെല്ലാം വന്ന് നമ്മളെ കണ്ടങ്ങ് ജീവൻ്റെ ജീവനാ. ആൻറ്റി ഞങ്ങളോട് ജീവൻ്റെ ജീവനാ, അങ്കിൾ ജീവൻ്റെ ജീവനാ. ഇല്ല, നിന്റെ ജീവനെ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ആൻറ്റി അങ്കിളും. സൂക്ഷിക്കണം, ഒത്തിരി സൂക്ഷിക്കണം. എനിക്കറിയത്തില്ല ഇന്ന് ഈ ദൂത് എന്തിനാ വിളിച്ച് പറഞ്ഞത്, എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഒത്തിരിയാണ്. നമ്മുടെ വാതുക്കൽ നിൽക്കുകയാണ്. ഇപ്പം ദൈവം അടുത്ത് വന്ന് നിൽക്കുകയാണ്. ഏത് സമയത്തും ഒന്നിൽ മരണം, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് നമുക്ക് സമീപമാണ്. അപ്പം നമ്മൾ മരണത്തിനും ഒരുങ്ങിയിരിക്കണം, വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണം. നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്, നശിപ്പിക്കരുത്, തകർത്ത് കളയരുന്നതിന് താഴ്മയോടുള്ള ഒരപേക്ഷയാണ്. നിങ്ങൾ തള്ളിക്കളയരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇത്രയും കഠിനമായി ഞാൻ പറഞ്ഞ് എന്നെ തെറ്റിദ്ധരിക്കരുത്. ആരും എന്നോട് കോപപ്പെടരുത്, ദേഷ്യപ്പെടരുത്. ദേഷ്യപ്പെട്ടാൽ എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ ജീവനെ നിങ്ങൾക്ക് ഞാൻ ഊറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ ഒരു പ്രതിഫലനം ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ പ്രാർത്ഥന നിങ്ങൾക്ക് അയക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഞാനും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് കണക്ക് കൊടുക്കണം. നിങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ട് ഏൽപ്പിക്കണം. നിങ്ങൾ എൻ്റെ സഭ മെമ്പറല്ല, എൻ്റെ വിശ്വാസികളല്ല, ഞങ്ങളുടെ സഭ ബോർഡിലിരിക്കുന്ന ആൾക്കളല്ല നിങ്ങൾ. ഓക്കെ, നിങ്ങൾ വേറെ ഏതോ IPCO ചർച്ച കോഡോ ഏതോ എനിക്കറിയത്തില്ല, എവിടോ ഇരിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ ഒരപ്പൻ്റെ മക്കളെന്നുള്ള ആ സ്നേഹത്തോടാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതും. നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ബലഹീനത്തിൽ കിടക്കേന്ന് എഴുന്നേക്കാൻ വയ്യ, ഒരുത്തരുടെ സപ്പോർട്ടോട് വേണം എഴുന്നേൽക്കാൻ. അങ്ങനെ എഴുന്നേറ്റിരുന്ന് ഈ സമയത്തെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നിശ്ചയം ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് മറുപടി സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഇത് തള്ളിക്കളയാതെ ഏറ്റുകൊണ്ടാൽ സ്വർഗത്തിൽ പോകാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഇത് അവസാന പീരീഡ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പച്ച ആരെയെല്ലാം തകർക്കണം, ആരെയെല്ലാം നശിപ്പിക്കണം എന്നുള്ള ചിന്തയോട്, ആരെ വിഴുങ്ങണമെന്ന് ഗർജിക്കുന്ന സിംഹം പോലെ അവൻ ഞങ്ങളെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുക കർത്താവേ. ആരും അവൻ്റെ വലയിൽ വീഴരുതേ, അവൻ കുഴിക്കുന്ന കുഴിയിൽ വീഴരുതേ. അവൻ്റെ ഒരു വിഷയത്തിലും നിൻ്റെ കുഞ്ഞുങ്ങൾ മയങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത് കർത്താവേ. എല്ലാവർക്കും നീ ബുദ്ധി കൊടുക്കണമേ, ജ്ഞാനത്തെ കൊടുക്കണമേ. ഞങ്ങളോട് സംസാരിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നവർ, ഞങ്ങളെ ഓടി ഓടി വന്ന് കാണുന്നവർ, ഞങ്ങൾക്ക് എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് തൂണായി കൈയായി അപ്പനെ പോലെ അമ്മയെ പോലെ നിൽക്കുന്നവർ, അവർ ഏത് ഉദ്ദേശത്തോടാണ് ഞങ്ങളെ സ്നേഹിക്കുന്നത്, ഏത് ഉദ്ദേശത്തോടാണ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹായം ചെയ്യുന്നത് എന്നുള്ളത് കണ്ടറിയുവാനുള്ള കൃപ ഈ ദിവസങ്ങളിൽ നിന്റെ മക്കൾക്ക് നീ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ സ്തോത്രം. ക്രമം കെട്ട് വരുന്ന ഒരുത്തൻ്റെ വലയിലും ഒരുത്തൻ്റെ വാക്കിലും നിന്റെ കുഞ്ഞുങ്ങൾ മയങ്ങിപ്പോകുവാൻ ദൈവം സമ്മതിക്കരുതേ. നിന്റെ വരവിന് വേണ്ടി ഒരുക്കണമേ. പ്രത്യാശയുള്ള മക്കളായി നീ മാറ്റണമേ. പ്രത്യാശയുള്ള മക്കളാകെ നീ മാറ്റണമേ. പ്രത്യാശയുള്ള മക്കളാകെ നീ മാറ്റണമേ. അപ്പച്ചാ, ഓരോരുത്തരെയും നീ പ്രത്യാശയുള്ള കുഞ്ഞുങ്ങളായി നീ മാറ്റണമേ. ഒരുത്തരും തകരുവാൻ, നശിക്കുവാൻ, നഷ്ടപ്പെടുവാൻ കർത്താവേ നീ സമ്മതിക്കരുത്. അപ്പച്ചാ, നിന്റെ തൃപ്പാദത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. ഓരോരുത്തരെയും കൊണ്ടുവയ്ക്കുകയാണ്. രക്തത്താലെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. രക്തത്താലെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പച്ച, ഒരുത്തരും തകരരുതേ, ഒരുത്തരും നശിക്കരുതേ, ഒരുത്തരും നഷ്ടപ്പെട്ടു പോകരുതെന്ന് അപ്പച്ചൻ്റെ നാമത്തിൽ കർത്താവേ ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങളോട് നീ മനസ്സലിയണം. ഞാൻ കൊടുത്ത ഈ വാക്ക് ഒരുത്തരുടെ ഹൃദയത്തെയും കഠിനപ്പെടുത്തരുതേ, ഒരുത്തരും ദേഷ്യപ്പെടരുത്, ഒരുത്തരും എന്നെ കുറ്റമായി കാണുവാൻ ദൈവമേ സമ്മതിക്കരുത്. അയ്യോ, എൻ്റെ ദൈവം എൻ്റെ ആത്മാവിനെ കുറിച്ച് എത്രമാത്രം ഉത്തരവാദിത്വമുള്ളവനാണ്. എന്നോട് പറഞ്ഞ ഈ വാക്ക് ദൂത് ശരി തന്നെ, ഇതെനിക്കുള്ള ദൂതാണ്. ഞാൻ ആരുടെ വലയിലും വീഴരുത്, ആരുടെ കുഴിയിലും വീഴരുത്. എൻ്റെ ആത്മാവിനെ ഞാൻ നഷ്ടപ്പെടുത്തരുത്, എൻ്റെ ആത്മാവിനെ ഞാൻ തകർക്കരുത്, ഞാൻ നരകത്തിലോട്ട് പോകരുത്. എൻ്റെ ദൈവമേ, പിശാചിൻ്റെ ഒരു കണ്ണിയിലും ഒരു
ഒരു കണിയിൽ ഞാൻ വീഴരുത്, അവൻ്റെ കുഴിയിൽ ഞാൻ വീഴരുതേ. കർത്താവേ സ്തോത്രം. ദൈവമേ, അന്ന് ഏതേൻ തോട്ടത്തിൽ ആ പിശാസ് പാമ്പിൻ്റെ രൂപത്തിൽ വന്ന് എത്രമാത്രം വഞ്ചക വാക്കല്ലേ പറഞ്ഞത് അവ്വയോട്. അവൾ ആ വാക്കിന് മയങ്ങിപ്പോയി ആ പഴം പറിച്ച് തിന്നില്ലേ. അതിൻ്റെതല്ലേ ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഗതികേട്. അങ്ങനെങ്കിൽ ഞാനൊന്ന് മറുപടിയും പറയട്ടെ. ഇന്നും ആ പിശാസുണ്ട്, ഇന്നും ആ പിശാസുണ്ട്. നമ്മുടെ ചുറ്റി അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ആരെ വിഴുങ്ങണമെന്ന് അറിയാതെ അവൻ തേടിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് വിശ്വാസികളാകെ നിങ്ങൾ, ദൈവദാസന്മാരായ നിങ്ങൾ, കൃപയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, കൃപയെ വിട്ടു പോകരുത്, സത്യത്തെ വിട്ടു പോകരുത്. അഭിഷേകത്തിൽ നിങ്ങൾ പൂർണ്ണരായിരിക്കണം. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ ഏത് സഭയിലിരിക്കുന്നോ ആ സഭയുടെ ഉപദേശത്തിൽ നിങ്ങൾ അനുസരിക്കണം. ആ സഭയെ നിങ്ങൾ സ്നേഹിക്കണം. ആ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടണം. ആ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. അവിടെയുള്ള ദൈവദാസന്മാരെ ദൈവത്തിൻ്റെ സ്ഥാനത്തിൽ നിർത്തി അവരോട് നീ പെരുമാറണം. അവരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ പറയുന്ന ദൂത് ദൈവത്തിൻ്റെ ദൂതാകെ നിങ്ങൾ ഏറ്റെടുക്കണം. അവിടെ ഒരു വഴക്കോ മല്ലോ പിണക്കമോ ഒന്നും ഉണ്ടാകരുത്. ഇന്ന് പാസ്റ്റർ എന്നെയാണ് കുത്തി പ്രസംഗിച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ പറയരുത്. ഒരു നാളും അത് ഒരു ദൈവദാസന്മാരും ചെയ്യത്തില്ല. ആരെയും കുത്തി ഒരുത്തനും പ്രസംഗം ചെയ്യത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ദൈവസ്നേഹത്തിൽ ഏത് ബോർഡിൻ്റെ കീഴിൽ നമ്മൾ ഇരുന്നാലും നമ്മൾ സ്വർഗത്തിലേക്ക് ഒരു അപ്പൻ്റെ മക്കളാണ്, ഒരു അപ്പത്തിൻ്റെ അംശികളാണ്, ഒരു പാത്രത്തെ നമ്മൾ പാനം ചെയ്യുന്നവരാണ്, ഒരു വീട്ടിലേക്ക് പോകേണ്ടിയ ഒരു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ആ ദൈവസ്നേഹത്തോട് വരവിന് വേണ്ടി ഒരുങ്ങാം, പ്രത്യാശയോട് കാത്തിരിക്കാം. തകരരുത്, നശിക്കരുത്, നഷ്ടപ്പെട്ടു പോകരുത്. കാഹളം ധ്വനിക്കുമ്പോൾ അപ്പച്ചൻ്റെ മുന്നിൽ പോയി നിൽക്കണം. നമ്മൾ കൈവിട്ട് പോകരുത്. ആ ഒരു താല്പര്യത്തോടാണ് ഈ വചനത്തിലൂടെ നിങ്ങളുടെ ആലോചന കൊടുത്ത് ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം, ഈ വചനത്തെ വെച്ചൊന്ന് ചിന്തിക്കണം. ഈ പാസ്റ്റർ പറഞ്ഞ് ശരിയാണോ? ഞാൻ ആരുടെയും വലയ്ക്കകത്ത് വീണുകൊണ്ടിരിക്കുകയാണോ? ആരുടെയും കുഴിയിൽ കുട്ടി ഞാൻ പോയിട്ടുണ്ടോ? ആരെങ്കിലും വന്ന് ഈ ക്രമം കെട്ട എവനെങ്കിലും വന്ന് എന്നെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ടോ? അങ്ങനാണോ വരുന്നത്? അതുകൊണ്ട് ആരോട് നിങ്ങൾ ദേഷ്യപ്പെടുകയോ പിണങ്ങുകയോ വീട്ടിൽ വന്ന് പറയരുത്. പ്രാർത്ഥിച്ച് മനസ്സിലാക്കണം. ദൈവം നിങ്ങൾക്ക് നല്ല ബുദ്ധി തരും, നല്ല തെളിവ് തരും. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നല്ല ആലോചന പറഞ്ഞു തരും. നിങ്ങൾ തകരാൻ ദൈവം സമ്മതിക്കത്തില്ല, നശിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല, നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കർത്താവ് നിങ്ങളുടെ കൂട്ടിനുണ്ട്. കാരണം വില കൊടുത്ത് മേടിച്ച ദൈവമാണ്. ഒരു കാലത്ത് നിങ്ങൾ ഉപേക്ഷിക്കത്തില്ല. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ബലപ്പെടാം. എനിക്ക് വേണ്ടി തുടർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇപ്പോൾ കൺവെൻഷൻ വേണ്ടി പോവാണ്. അടുത്ത 1-ാം തീയതി ഞാൻ വീട്ടിലോട്ട്, ഇന്ന് 11-ാം തീയതി ഇവിടെ തിരിക്കുകയാണ്. 1-ാം തീയതി വീട്ടിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ ഞാൻ വെളിയിലാണ്. എനിക്ക് അവിടുത്തെ ഫുഡ്, ക്ലൈമറ്റ് എന്തൊക്കെ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. ശരീരത്തിൽ ഒന്നിനും എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ പ്രസംഗിക്കാനോ ഒരു ശക്തി എൻ്റെ ബോഡിയിൽ ഇല്ല. നിങ്ങളുടെ പ്രാർത്ഥന മറുപടിയും ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് എന്നെ ബലപ്പെടും. 4 ദിവസം ഒരു ചർച്ചിൽ പകലും വൈകിട്ടും കുറഞ്ഞത് 8 മെസ്സേജ് കൊടുക്കണം ഒരു ചർച്ചിൽ. ദൈവം അതിൽ കുറഞ്ഞത് 2 മണിക്കൂർ ഞാൻ പ്രസംഗിക്കണം. എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞ് അടുത്ത ചർച്ചിൽ പ്രസംഗിക്കണം. അത് കഴിഞ്ഞ് അടുത്ത ചർച്ചിൽ പ്രസംഗിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ ബലനുണ്ടെങ്കിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദിവസവും തടസ്സമില്ലാതെ ഈ പ്രാർത്ഥന അയക്കുവാനും കർത്താവ് കൃപ തരണം. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു.